ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഇനി വരാൻ പോകുന്ന പരീക്ഷയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ആണ്. അറിയാത്തത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എഴുതി വെച്ചിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക. നമുക്ക് ക്ലാസ്സിലോട്ട് കടക്കാം. ഒന്നാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഡിജിറ്റൽ വാട്ടർ ഉച്ചകോടി 2026 എവിടെ? ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഡിജിറ്റൽ വാട്ടർ ഉച്ചകോടി 2026 എവിടെ? ബംഗളൂരുവിൽ വെച്ചാണ് ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഡിജിറ്റൽ വാട്ടർ ഉച്ചകോടി 2026 നടന്നത്. ഇന്ത്യ AI ഇമ്പാക്റ്റ് ഉച്ചകോടി നടന്നത് എവിടെ? ഇന്ത്യ AI ഇമ്പാക്റ്റ് ഉച്ചകോടി നടന്നത് എവിടെ? ന്യൂഡൽഹിയിൽ വെച്ചിട്ടാണ് ഇന്ത്യ AI ഇമ്പാക്റ്റ് ഉച്ചകോടി നടന്നത്. അടുത്ത ചോദ്യം, ഏഷ്യ എക്കണോമിക് ഡയലോഗ് ഉച്ചകോടി നടന്നത് എവിടെ? ഏഷ്യ എക്കണോമിക് ഡയലോഗ് ഉച്ചകോടി നടന്നത് എവിടെ? പൂനെയിൽ വെച്ചിട്ടാണ് ഏഷ്യ എക്കണോമിക് ഡയലോഗ് ഉച്ചകോടി നടന്നത്. ബയോ ഏഷ്യ ഇന്റർനാഷണൽ ഉച്ചകോടി നടന്നത് എവിടെ? ബയോ ഏഷ്യ ഇന്റർനാഷണൽ ഉച്ചകോടി നടന്നത് എവിടെ? ഹൈദരാബാദിൽ വെച്ചിട്ടാണ് ബയോ ഏഷ്യ ഇന്റർനാഷണൽ ഉച്ചകോടി നടന്നത്. 16ാമത്തെ ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ ഉച്ചകോടി നടന്നത് എവിടെ? 16ാമത്തെ ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ ഉച്ചകോടി നടന്നത് എവിടെ? ന്യൂഡൽഹിയിൽ വെച്ചിട്ടാണ് 16ാമത്തെ ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ ഉച്ചകോടി നടന്നത്. ഇൻവെസ്റ്റ് കേരള ഗ്ലോബൽ ഉച്ചകോടി നടന്നത് എവിടെ? ഇൻവെസ്റ്റ് കേരള ഗ്ലോബൽ ഉച്ചകോടി നടന്നത് എവിടെ? കൊച്ചിയിൽ വെച്ചിട്ടാണ് ഇൻവെസ്റ്റ് കേരള ഗ്ലോബൽ ഉച്ചകോടി നടന്നത്. ക്ലൗഡ് നേറ്റീവ് ഉച്ചകോടി 2026 നടന്നത് എവിടെ? ക്ലൗഡ് നേറ്റീവ് ഉച്ചകോടി 2026 നടന്നത് എവിടെ? കൊച്ചിയിൽ വെച്ചിട്ടാണ് ക്ലൗഡ് നേറ്റീവ് ഉച്ചകോടി 2026 നടന്നത്. അടുത്ത ചോദ്യം, 16ാം കേരള നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നത് എന്ന്? 16ാം കേരള നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നത് എന്ന്? 2026 ഏപ്രിൽ 9. 2026 ഏപ്രിൽ 9-നായിരുന്നു 16ാം കേരള നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നത്. ഏറ്റവും കൂടുതൽ പോളിംഗ് രേഖപ്പെടുത്തിയ ജില്ല? ഏറ്റവും കൂടുതൽ പോളിംഗ് രേഖപ്പെടുത്തിയ ജില്ല കോഴിക്കോടാണ് ഏറ്റവും കൂടുതൽ പോളിംഗ് രേഖപ്പെടുത്തിയ ജില്ല. ഏറ്റവും കുറവ് പോളിംഗ് രേഖപ്പെടുത്തിയ ജില്ല? ഏറ്റവും കുറവ് പോളിംഗ് രേഖപ്പെടുത്തിയ ജില്ല പത്തനംതിട്ടയിലാണ് ഏറ്റവും കുറവ് പോളിംഗ് രേഖപ്പെടുത്തിയത്. ഫലപ്രഖ്യാപനം നടന്നത് എന്ന് അല്ലെങ്കിൽ വോട്ടെണ്ണല്? ഫലപ്രഖ്യാപനം നടന്നത് എന്ന് അല്ലെങ്കിൽ വോട്ടെണ്ണല്? 2026 മെയ് 4. 2026 മെയ് 4-നാണ് ഫലപ്രഖ്യാപനം നടന്നത്. ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം നേടിയ വ്യക്തി? ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം നേടിയ വ്യക്തി? പി കെ കുഞ്ഞാലിക്കുട്ടിയാണ് ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം നേടിയ വ്യക്തി. ഏറ്റവും കുറവ് ഭൂരിപക്ഷം നേടിയ വ്യക്തി? ഏറ്റവും കുറവ് ഭൂരിപക്ഷം നേടിയ വ്യക്തി സി രവീന്ദ്രനാഥാണ് ഏറ്റവും കുറവ് ഭൂരിപക്ഷം നേടിയ വ്യക്തി. ഏറ്റവും കൂടുതൽ സ്ഥാനാർത്ഥികൾ മത്സരിച്ച നിയമസഭാ മണ്ഡലം? ഏറ്റവും കൂടുതൽ സ്ഥാനാർത്ഥികൾ മത്സരിച്ച നിയമസഭാ മണ്ഡലം കൊടുവള്ളിയിലാണ് ഏറ്റവും കൂടുതൽ സ്ഥാനാർത്ഥികൾ മത്സരിച്ച നിയമസഭാ മണ്ഡലം. ഏറ്റവും കുറവ് സ്ഥാനാർത്ഥികൾ മത്സരിച്ച നിയമസഭാ മണ്ഡലം? ഏറ്റവും കുറവ് സ്ഥാനാർത്ഥികൾ മത്സരിച്ച നിയമസഭാ മണ്ഡലം കോഴിക്കോട് സൗത്തിലായിരുന്നു ഏറ്റവും കുറവ് സ്ഥാനാർത്ഥികൾ മത്സരിച്ച നിയമസഭാ മണ്ഡലം. വിജയിച്ച വനിതകളുടെ എണ്ണം 11 വനിതകളാണ് 16ാം കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചത്. മുസ്ലിം ലീഗിന്റെ ചരിത്രത്തിലെ ആദ്യത്തെ വനിതാ MLA? മുസ്ലിം ലീഗിന്റെ ചരിത്രത്തിലെ ആദ്യത്തെ വനിതാ MLA ഫാത്തിമ തഹ്ലിയ ആണ് മുസ്ലിം ലീഗിന്റെ ചരിത്രത്തിലെ ആദ്യത്തെ വനിതാ MLA. പേരാമ്പ്ര മണ്ഡലത്തിൽ നിന്നുള്ള വ്യക്തിയാണ് ഫാത്തിമ തഹ്ലിയ. രാഷ്ട്രപതി ദ്രൗപദി മുർമു ഏത് സംസ്ഥാനത്ത് നിന്നുള്ള വ്യക്തിയാണ്? രാഷ്ട്രപതി ദ്രൗപദി മുർമു ഏത് സംസ്ഥാനത്ത് നിന്നുള്ള വ്യക്തിയാണ്? ഒഡീഷ സംസ്ഥാനത്ത് നിന്നുള്ള വ്യക്തിയാണ് രാഷ്ട്രപതി ദ്രൗപദി മുർമു. ജാർഖണ്ഡിലെ ഗവർണറായിരുന്നു ദ്രൗപദി മുർമു. സുപ്രീം കോടതിയുടെ 53ാമത്തെ ചീഫ് ജസ്റ്റിസ്? സുപ്രീം കോടതിയുടെ 53ാമത്തെ ചീഫ് ജസ്റ്റിസ് ജസ്റ്റിസ് സൂര്യകാന്താണ് സുപ്രീം കോടതിയുടെ 53ാമത്തെ ചീഫ് ജസ്റ്റിസ്.
എല്ലാ കോടതികളും പൂർണ്ണമായും കടലാസ് രഹിതമാകുന്ന രാജ്യത്തെ ആദ്യ ജുഡീഷ്യൽ ജില്ലാ കോടതി. എല്ലാ കോടതികളും പൂർണ്ണമായും കടലാസ് രഹിതമാകുന്ന രാജ്യത്തെ ആദ്യ ജുഡീഷ്യൽ ജില്ലാ കോടതി കൽപ്പറ്റ ജില്ലാ കോടതി. കൽപ്പറ്റ ജില്ലാ കോടതിയാണ് പൂർണ്ണമായും കടലാസ് രഹിതമാകുന്ന രാജ്യത്തെ ആദ്യ ജുഡീഷ്യൽ ജില്ലാ കോടതി. ഇന്ത്യയിലെ ആദ്യത്തെ പൂർണ്ണമായും പേപ്പർ രഹിത നീതിന്യായ സംസ്ഥാനം. ഇന്ത്യയിലെ ആദ്യത്തെ പൂർണ്ണമായും പേപ്പർ രഹിത നീതിന്യായ സംസ്ഥാനം സിക്കിം. സിക്കിമാണ് ഇന്ത്യയിലെ ആദ്യത്തെ പൂർണ്ണമായും പേപ്പർ രഹിത നീതിന്യായ സംസ്ഥാനം. സൗരോർജം വഴി മുഴുവൻ വൈദ്യുതി ആവശ്യങ്ങളും നിറവേറ്റുന്ന ഇന്ത്യയിലെ ആദ്യത്തെ ജില്ല. സൗരോർജം വഴി മുഴുവൻ വൈദ്യുതി ആവശ്യങ്ങളും നിറവേറ്റുന്ന ഇന്ത്യയിലെ ആദ്യത്തെ ജില്ല ദിയു. ദിയു ആണ് സൗരോർജം വഴി മുഴുവൻ വൈദ്യുതി ആവശ്യങ്ങളും നിറവേറ്റുന്ന ഇന്ത്യയിലെ ആദ്യത്തെ ജില്ല. ഇന്ത്യയിലെ ആദ്യത്തെ സൗരോർജ ഗ്രാമം. ഇന്ത്യയിലെ ആദ്യത്തെ സൗരോർജ ഗ്രാമം മോധേര. മോധേരയാണ് ഇന്ത്യയിലെ ആദ്യത്തെ സൗരോർജ ഗ്രാമം. 2025 ഓടക്കുഴൽ പുരസ്കാരത്തിന് അർഹനായത്. 2025 ഓടക്കുഴൽ പുരസ്കാരത്തിന് അർഹനായത് EP രാജഗോപാൽ. EP രാജഗോപാലിനാണ് 2025 ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചത്. EP രാജഗോപാലിന്റെ ഉൾക്കഥയ്ക്കാണ് ലഭിച്ചത്. 2025 എഴുത്തച്ഛൻ പുരസ്കാരത്തിന് അർഹനായത്. 2025 എഴുത്തച്ഛൻ പുരസ്കാരത്തിന് അർഹനായത് KG ശങ്കരപ്പിള്ള. KG ശങ്കരപ്പിള്ളയ്ക്കാണ് 2025 എഴുത്തച്ഛൻ പുരസ്കാരത്തിന് അർഹനായത്. 2024 എഴുത്തച്ഛൻ പുരസ്കാരത്തിന് അർഹനായത്. 2024 എഴുത്തച്ഛൻ പുരസ്കാരത്തിന് അർഹനായത് NS മാധവൻ. NS മാധവനാണ് 2024 എഴുത്തച്ഛൻ പുരസ്കാരത്തിന് അർഹനായത്. അടുത്ത ചോദ്യം, 2025 49ാമത്തെ വയലാർ പുരസ്കാര ജേതാവ്. 2025 49ാമത്തെ വയലാർ പുരസ്കാര ജേതാവ് E സന്തോഷ് കുമാർ. E സന്തോഷ് കുമാറാണ് 2025 49ാമത്തെ വയലാർ പുരസ്കാര ജേതാവ്. 48ാമത്തെ വയലാർ പുരസ്കാര ജേതാവ്. 48ാമത്തെ വയലാർ പുരസ്കാര ജേതാവ് അശോകൻ ചെരുവിൽ. അശോകൻ ചെരുവിലാണ് 48ാമത്തെ വയലാർ പുരസ്കാര ജേതാവ്. 2026 ഹരിവരാസനം പുരസ്കാരത്തിന് അർഹനായത്. 2026 ഹരിവരാസനം പുരസ്കാരത്തിന് അർഹനായത് തിരുവിഴ ജയശങ്കർ. തിരുവിഴ ജയശങ്കറാണ് 2026 ഹരിവരാസനം പുരസ്കാരത്തിന് അർഹനായത്. ഇദ്ദേഹം നാദസ്വര വിദ്വാനാണ്. 2025 ഹരിവരാസനം പുരസ്കാരത്തിന് അർഹനായത്. 2025 ഹരിവരാസനം പുരസ്കാരത്തിന് അർഹനായത് കൈതപ്രം ദാമോദരൻ നമ്പൂതിരി. കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയാണ് 2025 ഹരിവരാസനം പുരസ്കാരത്തിന് അർഹനായത്. ഇതുപോലെയുള്ള സീരീസായിട്ട് നമ്മൾ കറണ്ട് അഫയേഴ്സ് ചെയ്യുന്നതായിരിക്കും. നന്നായിട്ട് പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച് മൈ ഡിയർ ഫ്രണ്ട്സ്.